RSSന്റെ സർസംഘ് ചാലക് ശ്രീ മോഹൻ ഭഗവതിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിൽ ഓർഗനൈസറിന്റെ പുതിയ ലേഖനം. ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ്. RSSന്റെ റാങ്ക് ആൻഡ് ഫയലിലെ പലരും മോഹൻ ഭഗവത് ജിയോട് അതിശക്തമായി വിയോജിക്കുന്നെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യമോ മനസ്സോ പലപ്പോഴും ഇവർ കാണിക്കാറില്ല. RSSന്റെ സർസംഘ് ചാലക് എത്ര പവർഫുൾ ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളുടെയും താഴെ ശിവലിംഗം തിരയേണ്ടെന്നും രാമക്ഷേത്രം പോലെ പുതിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടു വരരുതെന്നും ഹിന്ദു മുസ്ലിം ഐക്യവും സാമൂഹിക സൗഹാർദ്ദവും പ്രധാനമാണെന്നും ഇനിയും പുതിയ അമ്പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഹിന്ദുക്കളുടെ നേതാവ് കളിക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ RSSന്റെ സർസംഘ് ചാലക് പറഞ്ഞത് ചില വലതുപക്ഷത്തെ ആൾക്കാർക്ക് യോജിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ്. ജനുവരി 6-ന് ന്യൂസ് ലോണ്ടറി നല്ല ഒരു ആർട്ടിക്കൽ നൽകിയിട്ടുണ്ട്. ഓർഗനൈസറിലെ ഒരു ലേഖനമാണ്. അതായത് ഓർഗനൈസറിന്റെ ലേഖനത്തിൽ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഭാരതം വിശ്വഗുരുവാകുകയാണ്, അങ്ങനെയാണ് രാം ടെമ്പിളിന്റെ കാര്യം പറയരുത് എന്ന് പറയുന്നത്. ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവരരുത്. ഏകദേശം ഒരാഴ്ച മുമ്പ് ഓർഗനൈസറിൽ വന്നൊരു ലേഖനം വീണ്ടും അമ്പലം പള്ളി പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരണമെന്നും അത് സിവിലൈസേഷണൽ ജസ്റ്റിസ് ആണ് എന്നൊക്കെ പറഞ്ഞു. അതായത് സാംസ്കാരികപരമായ നാഗരികപരമായ ഒരു ന്യായമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ RSSന്റെ സർസംഘ് ചാലക് പറഞ്ഞ നിലപാടിനെ നേരിട്ട് എതിർക്കാതെ വളഞ്ഞ വഴിയിൽ എതിർത്തുകൊണ്ട് ഷാഹി ജമാ മസ്ജിദിന്റെ അടിയിലടക്കം സത്യം കണ്ടെത്തണം. എന്തോന്നും സത്യം? ഒരു സത്യവുമില്ല. പള്ളി പള്ളിയാണ്, അമ്പലം അമ്പലമാണ്, അത് തന്നെയാണ് സത്യം. ഈ സത്യം കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ RSSലെ ഹെഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളാനും കൊള്ളാനും കഴിയാത്തൊരവസ്ഥ. തീർച്ചയായിട്ടും ഓർക്കുക, അമ്പലം പള്ളി പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് കൊണ്ട് ഈ തീവ്ര ബ്രാഹ്മണിക്കൽവാദികൾക്ക് മാത്രമേ ഗുണവും ലാഭവും ഉള്ളൂ. ബാക്കി ഇന്ത്യയിൽ ആർക്കും ഒരു ഗുണവും ലാഭവും ഇല്ല. ഞാൻ ബ്രാഹ്മണ സമൂഹത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ ഈ തീവ്ര ബ്രാഹ്മണിക്കൽവാദികൾ, ഗോഡ്സേവാദികൾ ഇന്ത്യയുടെ ശാപമാണ്, ഇന്ത്യയുടെ നാശമാണവർ. അവരാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത്, കാണുന്ന പള്ളികളുടെ എല്ലാം താഴെ ശിവലിംഗം തിരയുന്നത്, ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, കലാപങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെ കൊണ്ട് ഈ നാടിനൊരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല ശല്യവും ദോഷവുമാണ്. ഒരു തരത്തിലും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനടക്കമുള്ള കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കി ഈ രാജ്യത്തെ വിഘടിപ്പിക്കുന്നവരും വീക്കാക്കുന്നവരുമാണ്, നമ്മളെ ദുർബലപ്പെടുത്തുന്നവരാണ്. അവർക്കെതിരെയാണ് മോഹൻ ഭഗവത് ജിയുടെ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് പ്രൊമോട്ട് ചെയ്യണം. എല്ലാ സംഘടനകളും മിതവാദികളും മിതമല്ലാത്ത ആൾക്കാരും കാണും, അല്ലെങ്കിൽ തീവ്ര സ്വരക്കാരും കാണും. മോഹൻ ഭഗവത് ജിയൊക്കെ ആ മിതവാദ ലൈനിൽ പോകുന്നവരാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഇത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അതിശക്തമായ രീതിയിൽ ആ നിലപാടെടുക്കുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ശ്രീ നരേന്ദ്രമോദിജി അജ്മേർ പള്ളിക്ക് പട്ട് കൊടുത്തുവിടുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം. തമിഴാണ്, സംസ്കൃതമല്ല ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ എന്ന് പറയുന്നത്. സംസ്കൃതത്തെക്കാൾ പഴയതാണ് തമിഴെന്ന് പറയുന്നത് നരേന്ദ്രമോദിജി പറയുമ്പോൾ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ബ്രാഹ്മണിക്കൽ തീവ്രവാദത്തിന്റെ അടിവേരറക്കുകയാണ് അവിടെ. അതായത് ഇന്ത്യ മുഴുവൻ തങ്ങളുടെയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ തീവ്ര ബ്രാഹ്മണിക്കൽവാദികളുണ്ട്. ബാക്കി എല്ലാവരും ഞങ്ങളുടെ ഉദാരത്തിലാണ് ഈ നാട്ടിൽ താമസിക്കുന്നത് എന്ന രീതിയിൽ സംസാരിക്കുന്ന എൻ്റെ സമുദായത്തിൽ ജനിച്ച ഒരുപാട് തീവ്ര സ്വരക്കാരുണ്ട്. അവർ കേൾക്കുന്ന അടിയാണിത്. അതായത് എന്ത് ചെയ്യാൻ പറ്റും? തമിഴാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഭാഷ, സംസ്കൃതമല്ല. സംസ്കൃതമാണെന്ന് കള്ളം പറഞ്ഞൊരു കാര്യമുണ്ടോ? അതാ ഈ ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു കള്ളമാണ്, സംസ്കൃതമാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ, ലോകത്തിലെ എല്ലാ ഭാഷകളും സംസ്കൃതത്തിൽ നിന്നാണ് വന്നത്, തമിഴ് സംസ്കൃതത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ് എന്നൊക്കെ കള്ളം പറയുന്നതാണ്. ഈ ബ്രാഹ്മണർ വരുന്നതിനെക്കാട്ടി മുമ്പ് ഇന്ത്യയിൽ വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ മഹത്തരമായ ഇന്ത്യൻ പൈതൃകത്തോട്, സംസ്കാരത്തോട് ചേർന്ന് നിന്ന് അതിനെ പരിപോഷിപ്പിക്കുന്നതിന് പകരം ഇതെല്ലാം ഞങ്ങളുടെ അധീനതയിലുള്ളതാണ്, ഞങ്ങളുടെ അധീശത്വമാണ്, ബാക്കിയുള്ളവരെല്ലാം ഇവിടെ എന്തോ വിരുന്നുകാരായിട്ട് വന്ന് ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് നിൽക്കുന്നവരാണെന്നുള്ള ഭാവത്തിൽ ചില ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മാറ്റാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെയാണ് ശ്രീ നരേന്ദ്രമോദിജി എടുക്കുന്ന മിതവാദ നിലപാടുകൾ. അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടുകളും എങ്ങനെയാണെന്ന് പറയുന്നില്ല. കാശ്മീർ ഫയൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നതും കേരള സ്റ്റോറിയെ പ്രൊമോട്ട് ചെയ്യുന്നതും ഒന്നും ശരിയാണെന്ന് പറയുന്നില്ല. പക്ഷെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആ നല്ല നിലപാടുകളെ പ്രോത്സാഹിപ്പിച്ച് വേണം നമ്മളൊരു ബാലൻസ് കണ്ടെത്താൻ. മോഹൻ ഭഗവത് ജി നല്ലൊരു നിലപാട് പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് വേണം നമ്മളൊരു നിലപാട് കണ്ടെത്താൻ. അവിടെയാണ് ഈ ആര് സത്യം പറഞ്ഞാലും അവരിലൂടെ മഹാത്മാഗാന്ധി സംസാരിക്കുകയാണ്. ഈ രാജ്യത്തെ ഒരു ബാലൻസ് നിലനിർത്താൻ, രക്ഷിക്കാൻ, ഒരു നന്മയുടെ ഭാഗമായി അവർ വന്ന് സംസാരിക്കുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇവരെല്ലാം മോശക്കാരാണ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ലൈൻ എടുക്കരുത്. CPM-ലും കോൺഗ്രസിലും ആപ്പിലും BJP-യിലും എല്ലാ പാർട്ടികളിലും നല്ലവരുണ്ട്, മിതവാദികളുണ്ട്, സോഫ്റ്റായി പോകുന്നവരുണ്ട്. ആ സോഫ്റ്റായി പോകുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യണം. പകരം ഈ തീവ്ര സ്വരക്കാരെ, ഗോഡ്സേവാദികളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇത് മുസ്ലിം സമൂഹത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. മോഡറേറ്റ്സ് വേഴ്സസ് എക്സ്ട്രീമിസ്റ്റ്, മിതവാദികൾ വേഴ്സസ് തീവ്രവാദികൾ, ഇത് തന്നെയാണ് എല്ലാ സമുദായത്തിൻ്റെയും ഡിബേറ്റ്.
അങ്ങനെ RSSന്റെ മോഹൻ ഭഗവത്ജിയെ തള്ളാനും കൊള്ളാനും കഴിയാതെ ആർട്ടിക്കിൾ എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും കൊള്ളണം. ഈ തീവ്രവാദികളെയാണ് തള്ളേണ്ടത്. കാണുന്ന എല്ലാ പള്ളിയിലും പോയി അടിയുണ്ടാക്കുന്നവരാണ് തള്ളുന്നത്. ആൾക്കാർ മരിക്കുകയാണ്. അവിടെയാണ് ശമ്പലിൽ 5 പേര് മരിക്കുകയുണ്ടായി. അവരുടെ മക്കൾക്ക്, അവരുടെ വീട്ടുകാർക്ക് എന്നേക്കുമായി അച്ഛനെയും മകനെയും ഭർത്താവിനെയും ഒക്കെ നഷ്ടമായി. എന്തിന്റെ പേരിലാണ്? ഇല്ലാത്ത കള്ളക്കഥ. പള്ളിയുടെ താഴെ അമ്പലം ഉണ്ടെന്ന് കള്ളക്കഥ പറയുന്നതുകൊണ്ട് നാട്ടുകാർ മരിക്കുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ രീതിയിൽ തിരിച്ചറിവ് ഉണ്ടാകട്ടെ. മോഹൻ ഭഗവത്ജിയുടെ നിലപാടുകൾ കൂടുതൽ ശക്തി ഉണ്ടാകട്ടെ. അത്തരം നന്മകളെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കണം. അല്ലാതെ അന്ധമായിട്ട് RSSകാരെല്ലാം എന്നും മോശമാണ്, BJPക്കാരെല്ലാം എന്നും മോശമാണ്, അല്ലെങ്കിൽ CPMകാരെല്ലാം എന്നും മോശമാണ്, കോൺഗ്രസ്സുകാരെല്ലാം മോശമാണെന്നല്ല. നല്ല വ്യക്തികളുടെ നല്ല നിലപാടുകൾ പ്രോത്സാഹിപ്പിക്കണം. കാര്യം ലോകത്തിൽ നന്മ കുറവാണ്, നമ്മുടെ രാജ്യത്തിൽ നന്മ കുറവാണ്. എവിടെ നന്മ കണ്ടാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ ആവട്ടെ. കക്ഷി രാഷ്ട്രീയത്തിനും മതസമുദായത്തിനും അപ്പുറം നന്മ എവിടെയുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാകണം. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.